ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് നമുക്ക് റോ ബനാന ഉപയോഗിച്ച് ഒരു സദ്യ സ്പെഷ്യൽ കുറുക്കു കാളൻ ഉണ്ടാക്കാം. ആദ്യമായി മൺചട്ടിയിലേക്ക് തൊലി കളഞ്ഞ് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 പച്ചക്കായ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഇത് അടച്ചു വെച്ച് നമുക്ക് നമ്മുടെ കായ വേവിച്ചെടുക്കാം. ഇതിനിടയിലായി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് കായ വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കായ വെന്ത് വരുമ്പോഴേക്കും വെള്ളവും മുഴുവനായി വറ്റിക്കും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കായയും വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഈ കായയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പല സ്ഥലങ്ങളിലും കാളൻ കായയും ചേനയും കൂടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്നിവിടെ കായ മാത്രമേ കാളനിൽ ഉപയോഗിക്കുന്നുള്ളൂ. തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ട തൈര് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ കാളൻ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർക്കരുത്. ഇനി തീ ഓഫ് ചെയ്ത് വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. തീ ഓഫ് ചെയ്ത് തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. തൈര് കാളനിലെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കണം. തീ ഓഫ് ചെയ്ത് വേണം, പ്രത്യേകിച്ചും അല്ല എന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോയി കാളൻ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ടും തീ ഓഫ് ചെയ്ത് വേണം ഇത് തൈര് ഒഴിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ച് മൺചട്ടിയിലാവുന്നത് കൊണ്ട് ചട്ടിക്ക് എപ്പോഴും ഒരു ചൂടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം കാളൻ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ കാളൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവയും ഒന്ന് ചൂടായി പൊട്ടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളക് 3-4 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ചെറിയുള്ളി ഒന്ന് മൊരിയിച്ചെടുക്കണം. ചെറിയുള്ളി ഒന്ന് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടി ഒഴിക്കുമ്പോൾ നമ്മുടെ കാളന് ഒരു പ്രത്യേക കളറ് വരുന്നത് കൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു താളിപ്പ് ഈ കാളനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഇത് അടച്ചു വെച്ചാൽ നല്ല കുറുകിയ കാളൻ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കു കാളൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.